ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുക. സത്യം. അതെ, കുറച്ചു നേരം എന്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിലേ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ ആണോ? ഇതൊന്ന് ഹോൾഡ് ചെയ്യ്. ഗ്യാസ് ഇല്ലാതെ കുടുങ്ങി നിൽക്കുന്ന വീടുകളുണ്ട്. ഇത് ഗ്യാസ് ഇല്ലാതെയും കഴിക്കാൻ പറ്റിയ കുറച്ച് ഫുഡ്സ് ആണ്. ഇത് അർഹതപ്പെട്ട ആൾക്കാർക്ക് എത്തിക്കണം. വീട്ടിൽ കൊടുക്കാൻ പറ്റും. വീട്ടിൽ കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ പേരെങ്ങനെ? എന്റെ പേര് ബിന്ദു. മണിക്കശ്ശേരി മുള്ളത്തുപറമ്പ് പറയും. എത്ര കാലമായി വണ്ടി ഓടിക്കണോ? ഞാൻ 10 വർഷമായി. 10 കൊല്ലമായോ? കണ്ടപ്പോ വളരെയധികം എനിക്ക് എന്താന്നറിയില്ല, എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഈ വീട്ടില് ഒരു അച്ഛനും ഒരു അമ്മയും മാത്രം താമസം. അവർക്ക് കിട്ടുന്ന പെൻഷനും കൊണ്ടാണ് അവർ കഴിയുന്നത്. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുള്ള വീടല്ലേ? കൊടുത്തോളി. വയസ്സായ അച്ഛനും അമ്മയാണ്. സന്തോഷത്തിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ വയസ്സായ അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ പറ്റിയ സാധനമാണ്. നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്കാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം പറഞ്ഞാൽ എനിക്ക് സത്യം എന്താന്നറിയില്ല, ഞാൻ മാസങ്ങളായിട്ട് കാത്തിരിക്കുന്നതാ. ഇവിടെ ഒരു അച്ഛനും ഒരു വയ്യാത്തൊരു കുട്ടിയാണ്. ഓട്ടിസം പോലെയുള്ളവർ, സാമ്പത്തികമായിട്ട് മോശമുള്ള ആൾക്കാരാണ്. ഗ്യാസും കറണ്ട് എല്ലാത്തിനും ബുദ്ധിമുട്ടാ അവർക്ക്. എവിടെ ഏകദേശം ഒരു ദിവസം എത്ര രൂപയ്ക്ക് ഓടില്ലേ? എനിക്ക് ആവറേജ് എങ്ങനെ പോയാലും ഒരു 500 രൂപ. പക്ഷെ നൈറ്റ് ഒന്നും ഓടാൻ പോവാറില്ല. ഒരു 7 മണിക്ക് ശേഷം ഞാൻ പോവാറില്ല. പൊതുവെ വീട്ടില് കുറെ പെണ്ണുങ്ങള് ഇതിന് കഴിയുമെങ്കിലും ഇതിനൊന്നും ഇറങ്ങാതിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് എന്താ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? 10 വർഷമായിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇല്ല. പുഷ്പം പോലെ വീട് കുട്ടികളെ നന്നായിട്ട് വൃത്തിയായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇനി മേലിൽ ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ മടിച്ചു മാറി നിൽക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻസ്റ്റാഗ്രാം നോക്കി. ശരി, ഞാൻ നോക്കാം അല്ലേ? ജംഷീർ മണ്ണാർക്കാട് ചെയ്തുക്കണല്ലോ. കാത്തിരുന്ന് ഒരു 500 എടുത്തോളി. അതൊന്നും കുഴപ്പമില്ല, നമ്മളൊരു സന്തോഷല്ലേ. ഇനി ഫോളോ ചെയ്തതിന് ഒരു 500 കൂടി എടുത്തോളി. അയ്യോ, എടുത്തോളി, ഒരു പ്രശ്നമല്ല. എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. ഈ ഒരു 1000 രൂപയ്ക്കോ 500 രൂപയ്ക്കോ വേണ്ടിട്ട് എത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ഞാനും എനിക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിന് ഇറങ്ങിയതാണ്. പക്ഷെ സന്തോഷം, ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഇപ്പൊ ഗ്യാസ് ഇല്ലെങ്കിലും വിശന്നിരിക്കണ വീട്ടുകൾക്ക് ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. സോ ഞാൻ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും വരാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇഷ്ടം പോലെ ജനങ്ങൾ കടന്ന് ഇതാവണ്ടേ, ആ സമയത്ത് എത്തിക്കുന്ന എത്ര സന്തോഷം. ബിന്ദു ചേച്ചി നമ്മളെ ഡെയിലി സപ്പോർട്ട് ചെയ്യണ ഒരു ആളായിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ബിന്ദു ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. സോ ഇനി വരാനുള്ള ജില്ല ഏതാണ്, അർഹതപ്പെട്ട ഫാമിലി കൂടുതലുള്ള ഏരിയ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളി. ഓക്കെ, അവിടുന്ന് കാണാം. ബൈ.